നമുക്കൊരു ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ടിൽ M2.3 എന്ന് പറയുന്ന സോൾവിങ് പാരാമീറ്റേഴ്സ് ഓഫ് RL സർക്യൂട്ട്സിൽ ട്രാൻസ്ഫോം ദ ഫോളോയിങ് കറൻസ് ടു ദ ടൈം ഡൊമൈനിലേക്ക് മാറാനാണ് R-J8 എന്നാണ് തന്നിട്ടുള്ളത്. ടൈം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ IM സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പോൾ ജെ എന്ന് പറഞ്ഞാൽ 6+8 ആണ്. പോളാർ ഫോമിലേക്ക് മാറാൻ √R² + 8² tan inverse -8/6 10 ആംഗിൾ -53.1 വരും. So the time domain representation I of t equal to Im sin omega t plus 5 ആണ്. omega t plus 5 10 sin omega t മൈനസ് പ്ലസിന് പകരം മൈനസ് ആയി, കാരണം മൈനസ് ആയതല്ല, -51.8 ആയതുകൊണ്ട് അതായി. രണ്ടാമത്തേത് -6+8 ആണ്. അപ്പോൾ പോളാർ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ √R² + 8² തന്നെ. tan inverse of 8 / -6 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആംഗിൾ 180 -53.1 എന്ന് എഴുതണം. സോ ദ വാല്യൂ ഈസ് 10 ആംഗിൾ 126.9 ഡിഗ്രി എന്നാവും. അടുത്തത് J5 മാത്രമാണുള്ളത്. അപ്പോൾ J5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ √0² + 5² എന്ന് പറഞ്ഞാൽ മുമ്പത്തെ വാല്യൂ ചെയ്യാണ്ട് അല്ലേ. ടൈം ഡൊമൈൻ എക്സ്പ്രഷൻ 10 sin omega t + 126.9 ഡിഗ്രിയാണ്. അപ്പോൾ പോളാർ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന √0² + 5² tan inverse -5/0 5 ആംഗിൾ -90 ടൈം ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് കറണ്ട് I of t ഈക്വൽ ടു Im എന്ന് പറഞ്ഞ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 5 ആംപിയർ 5 sin omega t -90 ആണ്. Thank you for watching this video.